ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ അടുത്ത റെസിപ്പി ആയിട്ട് നമ്മളിവിടെ ഒരു കേക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു അടിപൊളി കേക്ക് തന്നെ ആവാം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീറ്റ് കേക്കാണ്. അതിൻ്റെ ഡിസൈനിങ് കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു സ്പൈഡർ വെബ് പോലുള്ളൊരു ഡിസൈനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഗ്യാത്തോ അല്ലെങ്കിൽ വാൻചോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടോപ്പിംഗ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ: 4 മുട്ടയുടെ വെള്ള ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇത് 4 മുട്ടയുടെ എഗ് യോക്കാണ്. അതുപോലെ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് 1/2 കപ്പ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 കപ്പ് പാലും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കുറച്ചായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണും ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂണോളം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എഗ് വൈറ്റും ഓയിലും കൂടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് എഗ് വൈറ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു കേക്ക്. നമ്മൾ എഗ് ബീറ്ററും അതിൻ്റെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇവിടെ. നമുക്ക് ഓയിലും കൂടി ചേർത്ത് ഇതിങ്ങനെ നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുക്കാം കേട്ടോ. ഇതാ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. കണ്ടോ, ഇപ്പം നമ്മുടെ എഗ് വൈറ്റും ഓയിലും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ് യോക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. നാല് മുട്ടയുടെ എഗ് യോക്ക് ഉണ്ട് കേട്ടോ അതിൽ. ഇനി നമ്മൾ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചതും എഗ് യോക്കും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് മാവിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ നമ്മളൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ആ പൗഡർ മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് വാനില എസൻസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ എഗ് വൈറ്റ് മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നല്ലൊരു മണത്തിനും ആ ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനതവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഏലക്കായ പൊടിച്ച് ചേർത്താലും മതി. വാനില എസൻസ് ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്കായ പൊടിച്ച് വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ ഗോതമ്പ് മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുന്നായിട്ട് ഒരു നുള്ളു ഉപ്പ് ഞാൻ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഗോതമ്പ് പൊടി കുറേശ്ശെയായിട്ട് ഈ എഗ് വൈറ്റ് മിക്സിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ സ്പെറ്റുല വെച്ചിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആ ഒരു എഗ് വൈറ്റും പഞ്ചസാരയും കൂടിയിട്ടുള്ള മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
കണ്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കുറച്ചും കൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം പാലും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ കേക്ക് ഓവനിലല്ല കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്, കുക്കറിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ നമ്മളിവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു മോൾഡിൽ ബട്ടർ പേപ്പർ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് തട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച കുക്കറാണ്, ഒന്ന് നല്ലപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു ചെറിയൊരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്, സ്റ്റീലിൻ്റെ സ്റ്റാൻഡാണ്. അതിനകത്തേക്ക് ഞാൻ നമ്മുടെ കേക്ക് ബാറ്റർ മുകളിൽ ഇറക്കി വെക്കുകയാണ്. ഇനി നമുക്കത് ഈ കുക്കറിൻ്റെ വാഷർ ഇടാതെ കുക്കറിൻ്റെ മൂടി വെച്ച് നമുക്ക് 25 മിനിറ്റ്സോളം വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെയാണ് ഈ കേക്ക് ഇവിടെ റെഡി ആയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് നല്ല ഭംഗിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ട്. മിൽക്ക് മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ്. അതുപോലെ തന്നെ ഒരു ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം നമ്മുടെ ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മിൽക്ക് മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമിന് ശരിക്കും ഒരു ബട്ടറിൻ്റെ ഒരു മണമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് മിസ്റ്റിൻ്റെ തന്നെ മേടിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു വിസ്കർ വെച്ചിട്ട് പഞ്ചസാരയും ഈ മിൽക്ക് മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഹാഫായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ആ മുകളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഹാഫായിട്ടല്ല, ആ മോൾ വശം ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കേക്ക് ഒരു നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. നിങ്ങൾക്കത് കളയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കളയണമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ വീട്ടിലത് ഉപയോഗിക്കും. ഞാൻ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മുകളിലത്തെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ ആ ഒരു പോർഷൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാൻ എന്താ ഇവിടെ നമ്മുടെ ഡയറി മിൽക്ക് ഡബിൾ ബോയിലിംഗ് പ്രോസസ്സ് വഴി ബോയിൽ ചെയ്ത് ക്രീമി ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഫ്രഷ് ക്രീമും പഞ്ചസാരയും കൂടിയിട്ടുള്ള മിക്സ് കേക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന പോലൊരു ഫീലിംഗ് നമുക്ക് കാണാം. നല്ല പോലെ നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉരുക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ആ ഒരു സിറപ്പ്, ആ ഒരു ക്രീം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതെങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇതെങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്താൽ നല്ല ഭംഗിയിലുള്ളൊരു ഷേപ്പ് നമുക്ക് ഫോമായി വരുന്നത് കാണാൻ പറ്റും. കണ്ടോ, സ്പൈഡർ വെബ് പോലെയൊക്കെ ഇങ്ങനെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കേക്ക് നല്ല ഭംഗിയായിട്ട് വന്നില്ലേ. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ കമൻസായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ലൈക്ക് ഷെയർ സബ് മറക്കണ്ട.
ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ സ്റ്റേ സേഫ് ആൻഡ് ബൈ.